ഇപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി യാത്രക്കാരെ പ്രവാസികളെ വല്ലാതെ വലയ്ക്കുന്നത് മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ട വാർത്തയാണ്. ആ ദുരിതം ഇങ്ങനെ തുടരുന്നതിനിടെ യാത്രക്കാരെ ചൂഷണം ചെയ്തുകൊണ്ട് വിമാന നിരക്ക് കുതിച്ച് ഉയരുകയാണ്. ടിക്കറ്റ് നിരക്ക് ഡൽഹി കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റ് 45,000 രൂപയായി മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റ് നിരക്ക് 48,000 രൂപയിലും എത്തിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൊള്ള നടത്തുന്നു. ഈ സമയം, അതായത് ജനങ്ങൾക്ക് ആശ്വാസമാകേണ്ട സമയത്ത്, യാത്രക്കാർക്ക് ആശ്വാസം ഒരുക്കേണ്ട സമയത്താണ് ഇത്തരത്തിലുള്ള കൊള്ള നടക്കുന്നത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. അർജുൻ, സാധാരണഗതിയിൽ നമുക്കറിയാം ഈ സമയത്ത് ഡൽഹി തിരുവനന്തപുരം ഡൽഹി കൊച്ചി യാത്രയ്ക്കൊക്കെ ഉള്ള ആ ഒരു നിരക്ക് അതിൻ്റെ എത്രയോ മടങ്ങ് ഈ സമയത്ത് ഈടാക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി നിൽക്കെ ആളുകളെ ചൂഷണം ചെയ്യുന്നു, യാത്രക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള നടപടിയാണോ വരുന്നത്? എങ്ങനെയൊക്കെയാണ് നിരക്കുകൾ, വിവിധ ഇടങ്ങളിലേക്കുള്ള നിരക്കുകൾ സംബന്ധിച്ച് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന കണക്കുകൾ? പ്രജിഷ, ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിസന്ധി അത് മറ്റ് വിമാന കമ്പനികൾ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ പറയുന്ന കണക്കുകൾ അത് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കുമുള്ള കണക്കുകളാണ്. കൊച്ചിയിലേക്ക് ഇപ്പോൾ നിലവിൽ ഡൽഹിയിൽ നിന്നും ഇന്ന് സർവീസുകൾ കാണിക്കുന്നില്ല. നാളത്തെ സർവീസുകളാണ് 2 എണ്ണം. ഒന്ന് എയർ ഇന്ത്യയുടെയും അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും കാണിക്കുന്നത്. അതിൽ എയർ ഇന്ത്യയുടെ സർവീസ് ടിക്കറ്റ് നിരക്ക് 60,000 രൂപയ്ക്ക് മുകളിലാണ്. 62,000 രൂപ വരുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിന് അത് 45,000 രൂപയായിരിക്കുന്നു. ഇന്ന് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കൊരു സർവീസ് ഉണ്ട്. അത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റേതാണ്. അത് 48,000 രൂപയാണ് ഇപ്പോൾ ഈ ബുക്കിംഗ് സൈറ്റുകളെല്ലാം തന്നെ കാണിക്കുന്നത്. സമാനമായിട്ട് തന്നെ ഡൽഹിയിൽ നിന്നും ട്രാഫിക് കൂടുതലായിട്ടുള്ള മറ്റ് എയർപോർട്ടുകൾ, ചെന്നൈ ആയാലും ഹൈദരാബാദ് ആയാലും ബാംഗ്ലൂർ ആയാലും മറ്റിടങ്ങളിലേക്കെല്ലാം തന്നെ ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് പെരുപ്പിച്ച് കാണിച്ചിരിക്കുകയാണ് മറ്റ് വിമാന കമ്പനികളെല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതിസന്ധി അതെല്ലാം തന്നെ മുതലെടുക്കുകയാണ്, യാത്രക്കാരെ മുതലെടുക്കുകയാണ് മറ്റ് കമ്പനികൾ എന്നുള്ള കാര്യം പറയാൻ സാധിക്കും. അതായത് അടിയന്തര ഘട്ടത്തിൽ പോകേണ്ടവർക്ക് ഈ ഒരു ടിക്കറ്റ് നിരക്കിൽ ടിക്കറ്റ് എടുത്ത് പോകേണ്ടി വരുമെന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. പക്ഷേ ആശ്വാസമാകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും അതുപോലെ നേരത്തെ DGCA നിർദ്ദേശിച്ചിരുന്ന ചില FDTL, അതായത് ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തിയിരുന്നു. അതിൽ ഭാഗികമായിട്ടുള്ള ഇളവ് കൊണ്ടുവന്നിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയുടെ സർവീസ് അടക്കം പഴയ ഗതിയിലാകാൻ പോവുകയാണെന്നുള്ള കാര്യം